കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ അകറ്റി നിർത്തപ്പെട്ട കുറച്ചധികം മനുഷ്യരുണ്ട്. നാടിന്റെ നട്ടെല്ലെന്ന് പറയുന്ന നമ്മുടെ പ്രവാസികൾ. കൊറോണ വ്യാപനം തുടങ്ങി ഡെൽറ്റയും ഒമിക്രോണും വന്നപ്പോഴും പ്രവാസികൾ തന്നെ കുറ്റക്കാർ. എന്നാൽ നാട്ടിൽ നടക്കുന്നത് മറ്റൊന്നും. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നാട്ടിലെത്തുന്ന പ്രവാസികൾ 3 തവണ കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവായാൽ പോലും 7 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കണമെന്ന കേരള ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം പ്രവാസികളെ ദ്രോഹിക്കാനെന്ന ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കേരളത്തിൽ വീണ്ടും ക്വാറന്റൈൻ ഏർപ്പെടുത്തിയതിനെതിരെ ഗൾഫിൽ വ്യാപക പ്രതിഷേധം ഉയർന്നു. കോവിഡ് പരത്തുന്നത് പ്രവാസികളാണെന്ന് വരുത്തി തീർക്കാൻ നേരത്തെ ശ്രമിച്ച സംസ്ഥാന സർക്കാർ ഇപ്പോഴും അതിനാണ് ശ്രമിക്കുന്നതെന്ന് ഗൾഫ് മലയാളികൾ ഒന്നടങ്കം ആരോപിക്കുകയാണ്. നാട്ടിൽ ജനക്കൂട്ടത്തെ പങ്കെടുപ്പിച്ച് നടത്തുന്ന രാഷ്ട്രീയ പരിപാടികൾക്കില്ലാത്ത നിയന്ത്രണമാണ് പ്രവാസികൾക്കെതിരെ ചുമത്തുന്നതെന്നാണ് മലയാളി സംഘടനകൾ ഒന്നടങ്കം ആരോപിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്കില്ലാത്ത വിലക്ക് പ്രവാസികൾക്ക് മാത്രമാക്കുന്നതിലെ അശാസ്ത്രീയതയും അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കോവിഡ് കാരണം 2 വർഷത്തോളമായി നാട്ടിലെത്താൻ കഴിയാതിരുന്ന പലരും ഏറെ കഷ്ടപ്പെട്ട് അവധി സ്വന്തമാക്കി എത്തുമ്പോൾ 7 ദിവസം ക്വാറന്റൈനിൽ കഴിയണം എന്നത് അനീതിയാണെന്നാണ് ഗൾഫ് മലയാളികളുടെ നിലപാട്. വിമാനത്താവളത്തിലെ പരിശോധനയിൽ പോസിറ്റീവ് ആകുന്നവർക്ക് മാത്രം പോരെ ക്വാറന്റൈൻ എന്നും അവർ ചോദിക്കുകയാണ്. പുറപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്ന് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി എത്തുന്നവർ നാട്ടിൽ ക്വാറന്റൈനിൽ കഴിയണമെന്നതും 8-ാം ദിവസം പണം മുടക്കി ടെസ്റ്റ് ചെയ്യണം എന്നതും അന്യായമാണെന്ന് പ്രവാസികൾ ആരോപിക്കുന്നു. അതേസമയം ലോകത്തിൽ ലഭ്യമായ ഏറ്റവും നിലവാരമുള്ള കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് എടുത്തു വരുന്ന പ്രവാസികൾ വിലപ്പെട്ട 7 ദിവസം വീട്ടിനകത്ത് തന്നെ ഇരിക്കണം എന്നതാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത്. എടപ്പാൾ ഫ്ലൈ ഓവർ ഉദ്ഘാടനത്തിന് ആയിരക്കണക്കിന് പേർ മാസ്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയുമുള്ള തിക്കും തിരക്കും നിയന്ത്രിക്കാതെ പ്രവാസികളെ മാത്രം നിയന്ത്രിക്കുന്നത് കൊണ്ട് രോഗവ്യാപനം ഒരിക്കലും തടയാൻ കഴിയില്ല എന്നാണ് പ്രവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒമിക്രോൺ വിമാനത്തിലെ കയറു പാലത്തിൽ കയറില്ല എന്ന പരിഹാസം ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. പാലം ഉദ്ഘാടനത്തിന്റെ ചിത്രം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച മന്ത്രിമാരുടെയും MLA-മാരുടെയും പോസ്റ്റുകൾക്ക് താഴെയും പ്രവാസികൾ വിമർശനവുമായി എത്തിയിരിക്കുകയാണ്. മാതൃക കാണിക്കേണ്ട സർക്കാർ തന്നെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെയും പ്രവാസികൾ ചോദ്യം ചെയ്യുകയാണ്. ഗൾഫിലെ കൊറോണ മാത്രമേ പടരൂ, എടപ്പാളിലെ കൊറോണ പടരില്ല എന്നാണ് ചിലരുടെ പോസ്റ്റ്. തിരക്കിൽപ്പെട്ട് കൊറോണ മരിച്ചുവെന്നും എടപ്പാൾ പാലം വഴി ഓടിയെന്നും ചിലർ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ക്വാറന്റൈൻ പ്രവാസികൾക്ക് മാത്രമോ എന്ന തലക്കെട്ടിൽ ഗ്രൂപ്പുകളിൽ ചർച്ചയും സജീവമായിട്ടുണ്ട്. അധികൃതരുടെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പിനെതിരെ സാമൂഹിക മാധ്യമത്തിൽ ശക്തമായ പ്രതികരണങ്ങളാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഒരു ഭാഗത്ത് ജനങ്ങളെ കൂട്ടി ഒരു രോഗം വ്യാപകമായി പടരുന്ന രൂപത്തിൽ നടത്തുന്ന ചടങ്ങുകൾക്ക് മന്ത്രിമാർ തന്നെ നേതൃത്വം നൽകുകയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഏതാനും ദിവസത്തേക്ക് നാട്ടിലെത്തുന്ന പ്രവാസികളെ വീടുകളിൽ അടച്ചുനിടുന്നതിനെയുമാണ് പ്രവാസികൾ രൂക്ഷമായി വിമർശിക്കുന്നത്. ഇതുകൂടാതെ കോവിഡ് പോസിറ്റീവായാൽ എത്ര ദിവസം വേണമെങ്കിലും സ്വന്തം വീടുകളിൽ കഴിയാൻ പ്രവാസികൾ തയ്യാറുമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പുറപ്പെടുന്നതിന്റെ 72 മണിക്കൂർ മുമ്പും പിന്നീട് പുറപ്പെടുന്ന വിമാനത്താവളത്തിലും ഇറങ്ങുന്ന വിമാനത്താവളത്തിലും അടക്കം 3 പരിശോധന നടത്തിയിട്ട് നെഗറ്റീവ് ആണെങ്കിൽ പോലും 7 ദിവസം വീട്ടിലിരിക്കണം എന്നതാണ് പുതിയ നിയമം എന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.